മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് നിയമസഭയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് നയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ പ്രതിപക്ഷത്തിനും ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറയുന്നത്. ഇല്ല, മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സർക്കാരിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അങ്ങനെ ഒരു ഏർപ്പാട് പാടില്ല എന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ പറയുന്നത് 30-ാം തീയതിയാണ്. അതിനു മുൻപ് 29-ാം തീയതി ഓഡിയോ വിളിയിൽ അടക്കം അദാനി കത്ത് നൽകിയിട്ടുണ്ട്. അതിന്റെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ സഭയിലാണല്ലോ ഉറപ്പ് നൽകിയത്. അതാണ് അവസാനത്തെ വാക്ക്. കൂടിയാലോചന നടക്കുന്നില്ല എന്നാണോ? അല്ലല്ല, അത് ആലോചിക്കേണ്ട സമയത്ത് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റൊന്ന് ഈ MSC കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആക്ഷേപങ്ങളുണ്ട്. ലഹരി ഏറ്റവും അധികം പിടികൂടിയ കമ്പനിയാണ്, അല്ലെങ്കിൽ അവരുടെ അതെല്ലാം പരിശോധിക്കാൻ ആ വകുപ്പിന്റെ കൂടി ചുമതല മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹം ആ കാര്യങ്ങൾ പരിശോധിക്കും. ഈ ഓപ്പറേഷൻ തൂഫാൻ ഒരു ഭാഗത്ത് നടക്കുന്നു, വകടയിലാണോ അതിന്റെ ശോഭ കിട്ടുന്നതിൽ സുധാകരന്റെ ഭാഗത്തുനിന്ന് ഒരു ഗുണ്ടകളുടെ നേതൃത്വത്തിൽ യോഗ ഇവിടെ നടന്നിരിക്കുന്നത്? അപ്പൊ അതിലെന്തെങ്കിലും വിശദീകരണം സുധാകരനോട് തേടിയിട്ടുണ്ടോ, തേടുവോ? ഇതിൽ ആഭ്യന്തരമന്ത്രി തന്നെ ആ കാര്യത്തിൽ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു മീറ്റിംഗ് ആണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും സുധാകരൻ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കുന്നത് കരുതുന്നില്ല. അദ്ദേഹത്തെ ആരോ പോയി കണ്ടതാണെന്നാണ് ആ പോയി കണ്ടവർ തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം അദ്ദേഹം ആ മീറ്റിംഗിൽ പങ്കെടുത്ത് പ്രസംഗിച്ചിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നത് നിങ്ങളാണ് നാളത്തെ കേരളമായി മാറേണ്ടത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൊക്കെ ഉടനീളം ഉണ്ടായത്. അദ്ദേഹം അത് പരിശോധിക്കാതെയാണോ മീറ്റിംഗിൽ പങ്കെടുത്തത്? ഇത്രയധികം ചില മീറ്റിങ്ങുകൾ എന്താണെന്ന് വെച്ചാൽ വിളിക്കുന്ന ആളുകളിലെ പങ്കാളികൾ ആരൊക്കെയാണ് അത് പൂർണ്ണമായിട്ട് അറിയാതെ ചിലപ്പോൾ ഞാനോ DCC പ്രസിഡന്റോ MP-മാരോ MLA-മാരൊക്കെ ചില മീറ്റിങ്ങുകളിൽ ചിലപ്പം പോയെന്നിരിക്കും. അതിലെ പങ്കാളികൾ ആരെന്നും അതിന്റെ ഉദ്ദേശശുദ്ധി എന്തെന്നും സംശയം ഉണ്ടാകുമ്പോഴാണ് ആ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. അതിലാകെ സുഹേൽ ഷാജഹാൻ മാത്രമാണ്. അത് തിരുവനന്തപുരം DCC-യുമായി ബന്ധപ്പെട്ട ആളാണ്. അദ്ദേഹമാണ് കൊച്ചിയിൽ വന്ന് ഈ യോഗം വിളിച്ചത്. ഇതൊക്കെ പാർട്ടി പരിശോധിക്കുന്നില്ല. ഇങ്ങനെ ഒരാള് DCC അത് പാർട്ടിയേക്കാൾ ഉപരി അത് ഡിപ്പാർട്ട്മെന്റാണ്. അത് ആഭ്യന്തരമന്ത്രി തന്നെ ആ കാര്യത്തിൽ നയം വ്യക്തമാക്കി. അല്ല, പാർട്ടിയുടെ ഒരു നേതാവല്ലോ, തിരുവനന്തപുരത്ത് ഒരു നേതാവല്ലോ കൊച്ചിയിൽ വന്ന് യോഗം വിളിക്കാന്ന് പറയും. ഇതൊക്കെ നേതാവാണോ എന്ന് എനിക്കറിയില്ല. ആ യോഗത്തിൽ വിളിച്ച ആരാന്ന് എനിക്കറിയില്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ട് KPCC ജനറൽ സെക്രട്ടറി പരാതി വന്നിട്ടുണ്ടല്ലോ, അത് സംബന്ധിച്ച് എന്താണ് പ്രതികരണം?